സമകാലീന ലോകത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മനുഷ്യാവകാശങ്ങൾ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾ വ്യാപകമായി ലംഘിക്കപ്പെടുന്ന അവസ്ഥ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഇതിന് കാരണം. വംശം, ജാതി, ലിംഗം, വർഗം, ദേശം, സാമ്പത്തിക സ്ഥിതി എന്നിവയ്ക്കതീതമായി എല്ലാ മനുഷ്യർക്കും അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ മാത്രമേ പരിഷ്കൃത സമൂഹമെന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വേദങ്ങളും പുരാണങ്ങളുമെല്ലാം മനുഷ്യാവകാശത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു സമൂഹം ഇവിടെ നിലനിന്നിരുന്നു എന്നതിന് തെളിവ് നൽകുന്നു. മാഗ്ന കാർട്ട, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ മുന്നേറ്റങ്ങളെല്ലാം മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാന ധാരണകൾ ഉരുത്തിരിഞ്ഞു വരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മനുഷ്യോചിതമായ ജീവിത സാഹചര്യങ്ങൾക്കു വേണ്ടി വിവിധ ജനവിഭാഗങ്ങൾ പല കാലഘട്ടത്തിലായി നടത്തിയ അനേകം പോരാട്ടങ്ങളുടെ ചരിത്ര വിജയമായിരുന്നു 1948 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനു ശേഷം നിലവിൽ വന്ന അനവധി ദേശീയ ഭരണഘടനയിൽ ഇന്ത്യയടക്കം മനുഷ്യാവകാശ പ്രഖ്യാപനം സ്വാധീനം ചെലുത്തി. മനുഷ്യാവകാശ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ സംഭവ വികാസങ്ങളെ നമുക്ക് പരിചയപ്പെടാം. മനുഷ്യാവകാശങ്ങൾ എന്ന പദം 20-ാം നൂറ്റാണ്ടിൻ്റെ സംഭാവനയാണെങ്കിലും ആ ആശയത്തിനു മാനവ സംസ്കാരത്തോളം പഴക്കമുണ്ട്. ലവോസ്, കൺഫ്യൂഷ്യസ് എന്നീ ദാർശനികരുടെ ചിന്തകളിൽ മനുഷ്യാവകാശങ്ങൾ ഒരു പ്രധാന വിഷയമായിരുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളുമെല്ലാം മനുഷ്യാവകാശ സംരക്ഷണ സംബന്ധിയായ ഒരു നിയമവ്യവസ്ഥ വളരെ പണ്ടുമുതലേ ഭാരതത്തിൽ നിലനിന്നിരുന്നു എന്നതിനുള്ള തെളിവുകൾ നൽകുന്നു. ആധുനിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ആദ്യ പ്രമാണമായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്ന കരാറാണ് മാഗ്ന കാർട്ട. വ്യക്തി സ്വാതന്ത്ര്യം എന്ന ആശയത്തിൻ്റെ മൂർത്തമായ ആദ്യ രൂപം മാഗ്ന കാർട്ടയുടെ 39-ാം അനുച്ഛേദത്തിൽ കാണാം. രാഷ്ട്രത്തിൻ്റെ നിയമാനുസൃതമായ നിയമ നടപടികൾ കൂടാതെ ഒരു വ്യക്തി തടഞ്ഞു വയ്ക്കാനോ ജയിലിലടയ്ക്കാനോ നാടുകടത്താനോ വധശിക്ഷ നടപ്പാക്കാനോ പാടില്ല എന്ന് ഇത് അനുശാസിക്കുന്നു. ഈ ആശയമാണ് മനുഷ്യാവകാശത്തിൻ്റെ ആണിക്കല്ലായി ഇന്നും കരുതപ്പെടുന്നത്. 1215 ഇംഗ്ലണ്ടിലെ റണ്ണിമിഡ് മൈതാനത്ത് വെച്ച് ജോൺ രാജാവാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത്. 1948 ഡിസംബർ 10 പാരീസിലാണ് ഐക്യരാഷ്ട്ര സംഘടന സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അഥവാ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നടത്തിയത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ലോകം ആചരിക്കുന്നു. 1950 മുതലാണ് ദിനാചരണം തുടങ്ങിയത്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ നേതൃത്വം വഹിച്ചത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ ഭാര്യ എലിയനോർ റൂസ്വെൽറ്റ് ആണ്. കനേഡിയൻ നിയമവിദഗ്ധനായ ജോൺ പീറ്റേഴ്സ് ഹംഫ്രിയാണ് പ്രഖ്യാപനത്തിൻ്റെ കരട് തയ്യാറാക്കിയത്. ഒട്ടാകെ 30 ആർട്ടിക്കിളുകൾ അടങ്ങുന്നതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. ദേശീയ പരിഗണന കൂടാതെ ആദ്യമായി മനുഷ്യാവകാശ സംരക്ഷണത്തിനു നിയമം പിൻബലത്തോടെ ഉറപ്പു നൽകി അംഗീകരിച്ചത് 1948 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. 30 അനുച്ഛേദങ്ങൾ മനുഷ്യൻ്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ചുരുക്കി പ്രതിപാദിക്കുന്ന 30 അനുച്ഛേദങ്ങളും ആമുഖങ്ങളും അടങ്ങുന്നതാണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം. 1. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു. അവർ ബുദ്ധിയും മനസ്സാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. മതം, കുലം, വർഗം, വർണ്ണം, ഭാഷ, രാഷ്ട്രീയ വിശ്വാസം, സമ്പത്ത്, പദവി, സ്ത്രീ പുരുഷ ഭേദം, വാസകേന്ദ്രം, ഭരണകൂടം എന്നീ പരിഗണന കൂടാതെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കുന്നതിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. 3. ജീവിക്കാനും സ്വാതന്ത്ര്യവും വ്യക്തി സുരക്ഷിതത്വവും അനുഭവിക്കാനുള്ള അവകാശം.
4. അടിമത്ത നിരോധനം. 5. ആരെയും മർദ്ദനത്തിനോ ക്രൂരമോ അന്തസ്സുകെട്ടതോ ആയ ശിക്ഷയ്ക്കോ പെരുമാറ്റത്തിനോ വിധേയമാക്കാൻ പാടുള്ളതല്ല. 6. നിയമത്തിൻ്റെ മുൻപിൽ എല്ലായിടത്തും വ്യക്തി എന്ന നിലയിൽ പരിഗണിക്കപ്പെടാനുള്ള അവകാശം. 7. തുല്യത. നിയമത്തിൻ്റെ മുന്നിൽ തുല്യ പരിരക്ഷ. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അന്തസ്സത്ത ലംഘിക്കുന്ന വിവേചനങ്ങൾക്കെതിരെയുള്ള സംരക്ഷണം. 8. സ്വന്തം രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയും നിയമവും വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നീതിപീഠങ്ങൾ മുഖേന പ്രശ്നപരിഹാരത്തിനുള്ള അവകാശം. 9. സ്വച്ഛാപരമായ അറസ്റ്റിനോ ജയിലിലടയ്ക്കുന്നതിനോ നാടുകടത്തലിനോ ആരെയും വിധേയനാക്കരുത്. 10. ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം. 11. കുറ്റകൃത്യം നിയമപരമായി തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയായി പരിഗണിക്കപ്പെടാനുള്ള അവകാശം. 12. കുടുംബം, വീട്, കത്തിടപാടുകൾ എന്നിവയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇടപെടാനും ആദരവ്, സൽപ്പേര് എന്നിവയിലുള്ള അധിക്ഷേപത്തിനെതിരെ സംരക്ഷണത്തിനുള്ള അവകാശം. 13. രാജ്യത്തെവിടെയും സഞ്ചരിക്കാനും താമസിക്കാനുമുള്ള അവകാശം. സ്വന്തം രാജ്യം ഉൾപ്പെടെ ഏതൊരു രാജ്യം വിട്ടുപോകാനും തിരികെ എത്താനുമുള്ള അവകാശം. 14. പീഡനത്തിനെതിരെ മറ്റു രാജ്യങ്ങളിൽ അഭയം തേടാനുള്ള അവകാശം. 15. ഓരോ വ്യക്തിക്കും ഒരു രാഷ്ട്രത്തിൽ പൗരത്വത്തിനുള്ള അവകാശം. 16. പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർക്ക് വംശം, പൗരത്വം, മതം എന്നിവയുടെ പരിമിതികൾ കൂടാതെ വിവാഹിതരാകാനും കുടുംബമായി ജീവിക്കാനുമുള്ള അവകാശം. ആ കുടുംബത്തിന് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പരിരക്ഷ. 17. തനിച്ചും കൂട്ടായും ധനസമ്പാദനത്തിനുള്ള അവകാശം. 18. ചിന്ത, മനസ്സാക്ഷി, മതം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. 19. അഭിപ്രായത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. 20. സമാധാനപരമായി സമ്മേളിക്കാനും സംഘടിക്കാനുമുള്ള സ്വാതന്ത്ര്യം. സംഘടനയിൽ അംഗത്വത്തിന് ആരെയും നിർബന്ധിച്ചുകൂടാ. 21. സ്വന്തം രാജ്യത്തെ ഗവൺമെൻറ്റിൽ നേരിട്ടോ പ്രാതിനിധ്യ രൂപത്തിലോ പങ്കാളിത്തത്തിനുള്ള അവകാശം. 22. സാമൂഹികമായ സുരക്ഷിതത്വത്തിനും അനുയോജ്യമായ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 23. തൊഴിൽ ചെയ്യാനും ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കാനും അനുകൂലമായ തൊഴിൽ സാഹചര്യങ്ങൾക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ സംരക്ഷണത്തിനും ഉള്ള സ്വാതന്ത്ര്യം. തുല്യ ജോലിക്ക് തുല്യ വേതനം, യുക്തിസഹമായ വേതനഘടന, ട്രേഡ് യൂണിയൻ അവകാശം. 24. യുക്തിസഹമായ പ്രവൃത്തി സമയം, വേതനത്തോടു കൂടിയ അവധി എന്നിവയടക്കം വിശ്രമത്തിനും ഒഴിവ് വേളകൾക്കുമുള്ള അവകാശം. 25. ഓരോ വ്യക്തിക്കും ആരോഗ്യം, ക്ഷേമം ഇവ പ്രദാനം ചെയ്യുന്ന ജീവിത നിലവാരത്തിനുള്ള അവകാശം. മാതൃത്വം, ശൈശവം എന്നീ അവസ്ഥകളിൽ പ്രത്യേക സംരക്ഷണവും സഹായവും. 26. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. പ്രാഥമിക തലത്തിലെങ്കിലും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. 27. പൊതു സാംസ്കാരിക ധാരയിൽ പങ്കാളിത്തത്തിനുള്ള സ്വാതന്ത്ര്യം. 28. മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും ഉറപ്പുവരുത്താനും ജനാധിപത്യ ഭരണരീതിയിൽ ധർമ്മം, സമൂഹക്രമം, പൊതുനന്മ എന്നിവയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഏറ്റവും ആവശ്യമായതും നിയമപരവുമായ നിയന്ത്രണങ്ങൾക്ക് മാത്രമേ ഏതൊരു വ്യക്തിയും വിധേയനാകാൻ പാടുള്ളൂ. 29. വ്യക്തിത്വത്തിൻ്റെ സ്വതന്ത്രമായ പരമാവധി വളർച്ച സാധ്യമാക്കുന്ന സമൂഹത്തോട് ഓരോ വ്യക്തിക്കും ചില ചുമതലകളുണ്ട്. 30. ഈ അവകാശങ്ങളിലൊന്നുപോലും നിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുവാൻ ഒരു രാഷ്ട്രത്തിനും സംഘത്തിനും വ്യക്തിക്കും ഒരു സ്വാതന്ത്ര്യവും നൽകും വിധം മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗവും വ്യാഖ്യാനിക്കാൻ പാടുള്ളതല്ല. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും മഹത്വത്തിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു. അവർ ബുദ്ധിയും മനസ്സാക്ഷിയുമുണ്ട്, അനുഗ്രഹീതരും
പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് എന്ന പ്രകൃതി തത്വമാണ് മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനം. മനുഷ്യാവകാശങ്ങൾ അധികാരികളുടെ ഔദാര്യമോ ഭരണകൂടത്തിൻ്റെ ദാനമോ അല്ല. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.